Hello everyone, welcome to Easy Medicos. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് സെൽസ് എന്ന യൂണിറ്റിലെ ലാസ്റ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഹോമിയോസ്റ്റാസിസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഈ ഒരു ഹോമിയോസ്റ്റാസിസ് എന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു വേർഡ് നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം, ഹോമിയോ ആൻഡ് സ്റ്റാസിസ്. ഹോമിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിമും സ്റ്റാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാൻഡിങ്ങും, അതായത് സെയിം സ്റ്റാൻഡിങ്. നമ്മുടെ ബോഡി എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള എൻവയോൺമെന്റ് കീപ്പ് ചെയ്യുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയുടെ കേസ് നമ്മൾ പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് ഇന്റേണൽ എൻവയോൺമെന്റ് ആണ്. സോ മെയിൻ്റനൻസ് ഓഫ് കോൺസ്റ്റന്റ് ഇന്റേണൽ എൻവയോൺമെന്റ് ബൈ അവർ ബോഡി, അതിനെയാണ് നമ്മൾ ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്നത്. അപ്പം ഇന്റേണൽ എൻവയോൺമെന്റ്, അതായത് ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്ന സയന്റിസ്റ്റിനെ പറയുന്നത് ക്ലോഡ് ബെർണാഡ് ആയിരുന്നു. അതായത് മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്, എല്ലാ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് ഇൻക്ലൂഡിങ് വി ഹ്യൂമൻ ബീങ്സ്, നമ്മളെല്ലാവരും തന്നെ ഒരു വെൽ ഓർഗനൈസ്ഡും കൺട്രോൾഡും ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ആയിരുന്നു ക്ലോഡ് ബെർണാഡ്. സോ ഇന്റേണൽ എൻവയോൺമെന്റ് അല്ലെങ്കിൽ ഇന്റേണൽ മൈലി എന്നൊരു കൺസെപ്റ്റ് കൊണ്ടുവന്ന സയന്റിസ്റ്റ് ക്ലോഡ് ബെർണാഡ്. ഈ സയന്റിസ്റ്റുകളുടെ പേര് നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്യണം. അതേപോലെ തന്നെ ഒരു ഹോമിയോസ്റ്റാസിസ്, ഈ ഹോമിയോസ്റ്റാസിസ് എന്ന വേർഡ് കോയിൻ ചെയ്ത സയന്റിസ്റ്റ് എന്ന് പറയുന്നത് വാൾട്ടർ എഫ് കാനൺ ആയിരുന്നു. സോ ഈ രണ്ട് സയന്റിസ്റ്റുകളെ നോട്ട് ചെയ്യാം. എന്താണ് ഈ ഒരു ഇന്റേണൽ എൻവയോൺമെന്റ്? അതായത് നമുക്കറിയാം നമ്മുടെ സെല്ലിൽ നിൽക്കുന്ന ആ ഒരു എൻവയോൺമെന്റ്, അല്ലെങ്കിൽ നമ്മുടെ സെല്ലിന്റെ പുറത്തുള്ള എൻവയോൺമെന്റ്, അല്ലെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് എൻവയോൺമെന്റ്. നമ്മുടെ ഒരു എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഇന്റേണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ബോഡി വെയിറ്റിൻ്റെ ഒരു 60% ഫ്ലൂയിഡ്സ് ആണ്. ആ 60%-ൽ 40% ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡും റെസ്റ്റ് 20% ആണ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്. ഈ 20% എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ നമുക്ക് ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡ് ഉണ്ട്, പ്ലാസ്മ ഉണ്ട്, കൂടാതെ ട്രാൻസ് സെല്ലുലാർ ഫ്ലൂയിഡ് ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ എമൗണ്ടിൽ കാണുന്നത് ഇൻഡസ്ട്രീഷ്യൽ ഫ്ലൂയിഡും ഏറ്റവും കുറഞ്ഞ എമൗണ്ടിൽ കാണുന്നത് ട്രാൻസ് സെല്ലുലാർ ഫ്ലൂയിഡുമാണ്. ഇതൊക്കെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ഈ ഒരു എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ്സിൽ അയോൺസിനെ കാണാൻ സാധിക്കുന്നുണ്ട്, ന്യൂട്രിയൻസ് ഉണ്ട്, കൂടാതെ വേസ്റ്റ് പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കാണുന്നുണ്ട്. ഇതിൽ നോക്കുകയാണെങ്കിൽ ഈ എല്ലാ ക്വാണ്ടിറ്റീസും കൂടാതെ ഇതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫിസിക്കൽ ഫാക്ടേഴ്സും ഒരേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രമേ നമ്മുടെ ബോഡിയിൽ നമുക്ക് ഹോമിയോസ്റ്റാസിസ് പോസിബിൾ ആവുള്ളൂ. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ കാണുന്ന മെയിൻ അയോൺസ് എന്ന് പറയുന്നത് സോഡിയം അയോൺ, ക്ലോറൈഡ് അയോൺ ആൻഡ് ബൈകാർബണേറ്റ് അയോൺ. അപ്പം ഇതിൻ്റെ ഒക്കെ ഓരോന്നിൻ്റെ വാല്യൂസ് നമ്മൾ നോക്കുകയാണെങ്കിൽ സോഡിയം എന്ന് പറയുന്നത് 142 millimoles per liter, നോർമൽ വാല്യൂ ആണ് പറയുന്നത് 142 millimole per liter. ആൻഡ് ക്ലോറൈഡ് അയോൺ ആണെങ്കിൽ 108 millimole per liter, ബൈകാർബണേറ്റ് അയോൺ എന്ന് പറയുന്നത് 28 millimoles per liter ആണ്. ഇത് കൂടാതെ നമ്മുടെ ഇൻട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ മെയിനായിട്ട് കാണുന്ന അയോൺ ആണ് പൊട്ടാസ്യം അയോൺ. ഈ പൊട്ടാസ്യം അയോണിൽ ട്രേസ് എമൗണ്ട് നമുക്ക് നമ്മുടെ ഈ ഒരു എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ കാണുന്നുണ്ട്. അതിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 4.2 millimoles per liter ആണ്. ഇത് കൂടാതെ കാൽഷ്യം അയോണും ട്രേസ് എമൗണ്ടിൽ കാണുന്നുണ്ട് 1.2 millimoles per liter. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ബോഡിയിലുള്ള എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ കാണുന്ന കുറച്ച് അയോൺസിൻ്റെ നോർമൽ വാല്യൂസ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ബോഡിയിലുള്ള ഈച്ച് ആൻഡ് എവറി സെല്ലിന് അതിൻ്റെ സർവൈവലിനും അതിൻ്റെ മെറ്റബോളിക്കൽ ആക്ടിവിറ്റീസിനൊക്കെ ഓക്സിജനും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. ഈ ഓക്സിജൻ്റെ മെറ്റബോളിസം കഴിഞ്ഞ് വരുന്ന വേസ്റ്റ് പ്രൊഡക്റ്റ് ആണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പം ഈ ഒരു ഓക്സിജൻ്റെ കാർബൺ ഡൈ ഓക്സൈഡും എമൗണ്ട് നമ്മുടെ ഈ ഒരു എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ കാണുന്നത് ഈക്വൽ എമൗണ്ട് ആണ് കാണുന്നത്. അപ്പം ഈ ഒരു വാല്യൂ 40 mmHg ആണ് ഇതിൻ്റെ ഒരു നോർമൽ വാല്യൂ എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പറയുകയാണെങ്കിൽ ന്യൂട്രിയൻസിൻ്റെ കേസിൽ വരുമ്പം ഗ്ലൂക്കോസ് ഉണ്ട്, ഫാറ്റി ആസിഡ്സ് ഉണ്ട്, അമിനോ ആസിഡ്സ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ കാണുന്ന ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഓരോന്നിൻ്റെയും ബിൽഡിംഗ് ബ്ലോക്സ് ആണ് നമുക്ക് ഈ ഒരു എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ കാണാൻ സാധിക്കുന്നത്. നമ്മളിവിടെ ഗ്ലൂക്കോസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഗ്ലൂക്കോസിൻ്റെ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 85 millimoles per liter ആണ്. ഈ ഒരു ഗ്ലൂക്കോസിൻ്റെ വാല്യൂവിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ ഗ്ലൂക്കോസിൻ്റെ വാല്യൂ നോർമൽ വാല്യൂ എന്ന് പറയുന്നത് 85 ആണ്. ഇതിന്നൊരു മാറ്റം വന്നിട്ട് ഒരു 95 അല്ലെങ്കിൽ 97 റേഞ്ചിലേക്ക് കൂടി, ഗ്ലൂക്കോസിൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ കൂടി. അങ്ങനെയാണെങ്കിൽ ഇറ്റ് റിസൾട്ട്സ് ഇൻ എ കണ്ടീഷൻ കോൾഡ് ഹൈപ്പർഗ്ലൈസീമിയ. ഇവിടെ എന്താണ്, നമ്മുടെ ബോഡിയിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുകയാണ്. നമ്മുടെ ബോഡിയിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുമ്പോൾ റിസൾട്ട്സ് ഇൻ ഹൈപ്പർഗ്ലൈസീമിയ. ഇനി ഇതേപോലെ നോക്കുമ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ കുറഞ്ഞാലും അതും പ്രശ്നമാണ്. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞ് ഒരു 73 ആ ഒരു റേഞ്ചിലേക്ക് 70 റേഞ്ചിലേക്കൊക്കെ വരികയാണെങ്കിൽ ഇറ്റ് റിസൾട്ട്സ് ഇൻ ഹൈപ്പോഗ്ലൈസീമിയ. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസ് നോക്കുക. ഗ്ലൂക്കോസിൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ കൂടുമ്പം ഹൈപ്പർഗ്ലൈസീമിയം, കുറയുമ്പം ഹൈപ്പോഗ്ലൈസീമിയം. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് ഫിസിക്കൽ ഫാക്ടേഴ്സ് നമ്മുടെ ഈ ഒരു എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിനെ
എഫക്ട് ചെയ്യുന്ന ഫിസിക്കൽ ഫാക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ബോഡി ടെമ്പറേച്ചർ, നമുക്കറിയാം നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 37°C അല്ലെങ്കിൽ 98.4°F ആണ്. അപ്പം ഈ ഒരു വാല്യൂവിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എത്ര തണുത്തൊരു ക്ലൈമറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഒരു -20°C ഉള്ള ഒരു ക്ലൈമറ്റുള്ള ഒരു ഏരിയയിലേക്ക് പോയാലും അവിടെ വെച്ച് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യുകയാണെങ്കിൽ അത് 37°C തന്നെയായിരിക്കും. അതേപോലെ എത്ര ഹോട്ടായിട്ടുള്ള ഒരു ക്ലൈമറ്റിലേക്ക് ഒരു 45°C ഉള്ള ഒരു ക്ലൈമറ്റുള്ള ഒരു ഏരിയയിലേക്ക് നമ്മൾ പോയാലും അവിടെ നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ അത് 37°C ആയിരിക്കും. അപ്പം കോൺസ്റ്റന്റ് ആയിട്ട് നമ്മുടെ ഈ ഒരു ബോഡി ടെമ്പറേച്ചറും ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഇതിൽ എന്തെങ്കിലും ഒരു മാറ്റം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ കൂടുന്ന കണ്ടീഷനാണ് ഫീവർ. അപ്പോൾ ഇതേപോലെ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാലൊക്കെ നമ്മുടെ ബോഡീനെ ഫംഗ്ഷനിങ്ങിനെ അത് അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യും. ഇനി നമ്മൾ പറയുമ്പോൾ ആസിഡ് ബേസ് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ pH വാല്യൂ. നമുക്കറിയാം ഈ ഒരു pH വാല്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയുടെ pH എന്ന് പറയുന്നത് 7.4 pH ആണ്. ഈ ഒരു 7.4 എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ കേസ് നമ്മുടെ ഈ ഒരു ആസിഡ് pH വാല്യൂ കൂടി ഒരു 8.5 ഒക്കെ അപ്പോൾ ഇൻക്രീസ് ചെയ്യുമ്പം ഇറ്റ് റിസൾട്ട്സ് ഇൻ എ കണ്ടീഷൻ കോൾഡ് ആൽക്കലോസിസ്. ഓക്കെ, അപ്പം pH വാല്യൂ കൂടുകയാണെങ്കിൽ ഇറ്റ് റിസൾട്ട്സ് ഇൻ ആൽക്കലോസിസ് ആൻഡ് pH വാല്യൂ കുറഞ്ഞു ഒരു 6 ഒക്കെ ആവുകയാണെങ്കിൽ ഇറ്റ് റിസൾട്ട്സ് ഇൻ എ കണ്ടീഷൻ കോൾഡ് അസിഡോസിസ്. ഓക്കെ, അപ്പോൾ എന്താണ് ആൽക്കലോസിസ്, എന്താണ് അസിഡോസിസ് എന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഒരു എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ കാണുന്ന ഇത്രയും കോൺസ്റ്റിറ്റ്യൂവൻസിൻ്റെയും ഫിസിക്കൽ ഫാക്ടേഴ്സിൻ്റെയും നോർമൽ വാല്യൂ, നോർമൽ റേഞ്ച് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ നമ്മുടെ ബോഡിയുടെ ഹോമിയോസ്റ്റാസിസിന് അത് അഡ്വേഴ്സ്ലി ഇഫക്റ്റ് ചെയ്യും. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇതേപോലെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ ഓർഗൻസും ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിലെ ഓക്സിജൻ്റെ റീപ്ലേസ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ ലങ്സ് ഫംഗ്ഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ആസിഡ് ബേസ് കോൺസെൻട്രേഷൻ ഈ ഒരു pH വാല്യൂ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കിഡ്നി ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ന്യൂട്രിയൻസിൻ്റെ റിപ്ലേനിഷ്മെൻറ്റിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്ട്. ആൻഡ് നമ്മുടെ ലിവർ ടോക്സിക് സബ്സ്റ്റൻസസ് ഡീടോക്സിഫിക്കേഷന് വേണ്ടിയിട്ട് ലിവർ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മുടെ ഓവറോൾ നമ്മുടെ ബോഡിയുടെ റെഗുലേഷന് വേണ്ടിയിട്ട് നമുക്ക് ന്യൂറൽ സിസ്റ്റം ഉണ്ട് ആൻഡ് എൻഡോക്രൈൻ സിസ്റ്റം ഉണ്ട്. ആൻഡ് നമ്മുടെ ബോഡിയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റം ഉണ്ട്. അങ്ങനെ ഇത്തരം നമ്മുടെ ബോഡിയിലുള്ള എല്ലാ സിസ്റ്റംസും ആസ് വെൽ ആസ് ഓരോ ഓർഗൻസും ഇതേപോലെ നല്ല രീതിയിൽ ഫംഗ്ഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ഈ ഒരു വാല്യൂസ് എല്ലാം തന്നെ ഇതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയി ഹോമിയോസ്റ്റാസിസ് നമ്മുടെ ബോഡിയിൽ പോസിബിൾ ആവുള്ളൂ. ഇനി നമുക്ക് ഇൻ കേസ് എവിടെയെങ്കിലും എന്തെങ്കിലും ഡിഫക്റ്റ് വന്നു, ഹോമിയോസ്റ്റാസിസ് നമ്മുടെ ബോഡിയിൽ തകരാറായി, ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല, ആ ഒരു കണ്ടീഷന് നമ്മൾ പറയുന്നതാണ് ഹോമിയോസ്റ്റാറ്റിക് ഇംബാലൻസ്. എന്താണ് ഹോമിയോസ്റ്റാറ്റിക് ഇംബാലൻസ്? ഓക്കെ, അപ്പം ഈ ഒരു ഹോമിയോസ്റ്റാറ്റിക് ഇംബാലൻസ് എന്ന് പറയുന്നത് ഒരു ഡിസീസോ ഡിസോർഡറോ ഒന്നുമല്ല, ബട്ട് ഇതൊരു കണ്ടീഷനാണ്. നമ്മുടെ ബോഡിയിൽ ഹോമിയോസ്റ്റാറ്റിസിന് ഇംബാലൻസ് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസീസിൻ്റെയോ അല്ലെങ്കിൽ ഡിസോർഡറിൻ്റെയോ സ്റ്റാർട്ടിംഗ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പം ഈ ഒരു ഹോമിയോസ്റ്റാറ്റിക് ഇംബാലൻസ് വരാൻ ധാരാളം കാരണങ്ങളുണ്ട്. ആൽക്കഹോളിക് കൺസപ്ഷൻ ആവാം, സ്മോക്കിംഗ് ആവാം, ഡീഹൈഡ്രേഷൻ ആവാം, ഓവർ എക്സസൈസ് ആവാം, സ്ലീപ്ലെസ്നെസ് ആവാം. അങ്ങനെ ഇങ്ങനെ ധാരാളം കാരണങ്ങളുണ്ട് നമ്മുടെ ഈ ഒരു ഹോമിയോസ്റ്റാറ്റിക് ഇംബാലൻസ് സംഭവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഹോമിയോസ്റ്റാറ്റിക് ഇംബാലൻസ് വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഡിസീസസിൻ്റെയോ ഡിസോർഡറിൻ്റെയോ സ്റ്റാർട്ടിംഗ് ആയിരിക്കും നമ്മുടെ ബോഡിയിൽ. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് ഹോമിയോസ്റ്റാറ്റിക് സിസ്റ്റം എന്നാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ഹോമിയോസ്റ്റാറ്റിക് സിസ്റ്റം? അതായത് നമ്മുടെ ബോഡിയിലുള്ള ഹോമിയോസ്റ്റാസിസിന് എന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചു, എവിടെയെങ്കിലും ഒരു ഇംബാലൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഡിറ്റക്ട് ചെയ്ത് കറക്റ്റ് ചെയ്യുന്ന സിസ്റ്റം, അതിനുവേണ്ടി നമ്മുടെ ബോഡിയിൽ കറക്ഷന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സിസ്റ്റമാണ് ഈ ഒരു ഹോമിയോസ്റ്റാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് ഇതിൻ്റെ ഞാനൊരു ഡയഗ്രാം ഇവിടെ വരച്ചിട്ടുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിൽ എന്തെങ്കിലും ഒരു കോൺസ്റ്റിറ്റ്യൂവൻറ്റ് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വേരിയേഷൻ സംഭവിച്ചു. ഒരു വേരിയേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വേരിയേഷനെ സെൻസർ അല്ലെങ്കിൽ ഡിറ്റക്ടർ ഡിറ്റക്ട് ചെയ്യും. അപ്പം ഈ ഒരു സെൻസർ അല്ലെങ്കിൽ ഡിറ്റക്ടർ വന്ന ചേഞ്ചിനെ ഡിറ്റക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് കറക്ഷനും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു കൺട്രോളറിലേക്ക് പാസ് ചെയ്യും. അപ്പോൾ കൺട്രോളറാണ് ഇവിടുത്തെ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കൺട്രോളറിൽ വെച്ചിട്ട് എന്ത് കറക്ഷനാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. അതിനുശേഷം നമ്മുടെ ഈ ഒരു എഫക്റ്ററിലേക്ക് കൺട്രോളർ ആ ഒരു മെസ്സേജ് പാസ് ചെയ്യും. ഈ ഒരു എഫക്റ്ററിൽ വെച്ചിട്ടാണ് കറക്റ്റായിട്ടുള്ള കറക്ഷൻ നടക്കുന്നത്. സോ കറക്ഷൻ നടക്കുന്നത് ഈ ഒരു എഫക്റ്ററിൽ വെച്ചിട്ടാണ്. അപ്പം ഇത് ഇങ്ങനെയാണ് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് ഒരു സൈക്ലിക് രീതിയിലാണ് നമ്മുടെ ഒരു ഹോമിയോസ്റ്റാറ്റിക് സിസ്റ്റം നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെക്കാനിസംസ് ഓഫ് കൺട്രോൾ സിസ്റ്റം ആണ്. അതായത് നമ്മുടെ ബോഡിയിൽ ഹോമിയോസ്റ്റാസിസിന് എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ട്, എന്തെങ്കിലും ഒരു എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ എങ്ങനെയാണ് ഇത് കറക്റ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മുടെ ബോഡിയിൽ തൗസൻഡ്സ് ഓഫ് കൺട്രോൾ സിസ്റ്റംസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കൺട്രോൾ സിസ്റ്റംസിന് എല്ലാം തന്നെയുള്ള കുറച്ച് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് നോക്കിയിട്ട് അതിനെ നമ്മൾ മെയിനായിട്ട് 2 ഫീഡ്ബാക്ക് സിസ്റ്റംസ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് വൺ നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ആൻഡ് ദ അതർ വൺ ഈസ് പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം. നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം നോക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ മോസ്റ്റ് ഓഫ് ദ കൺട്രോൾ സിസ്റ്റംസും ഈ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ഫോളോ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ മെയിനായിട്ട് ഏതാണ്
നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം. അപ്പം എന്താണ് ഈ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക്? അതായത് നമുക്ക് വന്നിട്ടുള്ള ഒരു ചേഞ്ച്, നമ്മുടെ ബോഡിയിലെ ഹോമിയോസ്റ്റാസിസിൽ വന്നിട്ടുള്ള ആ ഒരു ചേഞ്ചിനെ എതിരെ പ്രവർത്തിക്കുക, ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിച്ചിട്ട് ആ ഒരു ചേഞ്ചിനെ ഇല്ലാണ്ടാക്കാനോ നിർത്താനോ അല്ലെങ്കിൽ കുറയ്ക്കാനോ സഹായിക്കുന്നതാണ് ഈ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം എന്ന് പറയുന്നത്. അതായത് ഔട്ട്പുട്ട് കൺട്രോൾഡ് ടു റെസിസ്റ്റ് ഇനീഷ്യൽ ചേഞ്ച്, വരുന്ന ആ ഒരു ഔട്ട്പുട്ടിനെ കൺട്രോൾ ചെയ്യുന്നു, അതാണ് നമ്മുടെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക്. അപ്പം ഇത് പ്രവർത്തിക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ആൻഡ് ആ ചേഞ്ചിനെ നെഗേറ്റ് ചെയ്യുന്ന രീതിയിലോ അല്ലെങ്കിൽ ഡിമിനിഷ് ചെയ്യുന്ന രീതിയിലോ ആണ് നമ്മൾ ഈ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസത്തിൻ്റെ വർക്കിംഗ് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ നമുക്കിത് കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പം എന്തായാലും എല്ലാത്തിൻ്റെയും എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിൻ്റെ ഇങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മുടെ FMG എക്സാംസിന് വന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതായത് വിച്ച് വൺ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ നെഗറ്റീവ് ഫീഡ്ബാക്ക്, വിച്ച് വൺ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ പോസിറ്റീവ് ഫീഡ്ബാക്ക്, അല്ലെങ്കിൽ ഓപ്ഷൻസ് തന്നിട്ട് വിച്ച് വൺ ഈസ് നോട്ട് ആൻ എക്സാമ്പിൾ ഫോർ നെഗറ്റീവ് ഫീഡ്ബാക്ക്, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വന്നതായിട്ട് കണ്ടിട്ട്. സോ എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തായാലും നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എക്സാമ്പിൾസ് നോക്കും. ഫസ്റ്റ് വൺ ബാരോ റിസെപ്റ്റർ മെക്കാനിസം. വളരെ നല്ലൊരു എക്സാമ്പിളാണ് ഈ ഒരു ബാരോ റിസെപ്റ്റർ മെക്കാനിസം എന്ന് പറയുന്നത്. അതായത് ഇൻ കേസ് ഇപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ആർട്ടീരിയൽ പ്രഷർ ഇൻക്രീസ് ചെയ്തു, നമ്മുടെ ആർട്ടീരിയൽ പ്രഷർ ഇൻക്രീസ് ചെയ്തു. ഈ ഇൻക്രീസ് ചെയ്ത ആർട്ടീരിയൽ പ്രഷറിനെ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പോൾ നമ്മുടെ മെഡുല ഒബ്ലാങ്കട്ടയിലേക്ക് ഒരു ഇമ്പൾസ് സെൻഡ് ചെയ്യും. ഇങ്ങനെ ഇൻക്രീസ് ആയിട്ടുണ്ടെന്നുള്ള വിവരം അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മെഡുല ഒബ്ലാങ്കട്ടയിലേക്ക് ഒരു ഇമ്പൾസ് പോകും. ഈ ഇമ്പൾസ് എന്ത് ചെയ്യും? നമ്മുടെ വാസോമോട്ടോർ സിസ്റ്റത്തിനെ ഇൻഹിബിറ്റ് ചെയ്യും. വാസോമോട്ടോർ സിസ്റ്റത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന വഴി നമ്മുടെ ഹാർട്ടിലേക്കും ബ്ലഡ് വെസൽസിലേക്കും ഒക്കെ നമ്മുടെ സിമ്പത്തറ്റിക് നെർവ്സ് വഴി വരുന്ന ഇമ്പൾസുകളുടെ എണ്ണം കുറയും. ഇമ്പൾസുകളുടെ എണ്ണം കുറയുന്നത് വഴി നമ്മുടെ ആർട്ടീരിയൽ പ്രഷർ കുറയുക ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ നമ്മുടെ ആർട്ടീരിയൽ പ്രഷർ ആദ്യം ഇൻക്രീസ് ചെയ്തു, അതിനെതിരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പ്രവർത്തിച്ച് അതിനെ കുറയ്ക്കാനാണ് നമ്മുടെ ഈ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം വർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് കോൺസെൻട്രേഷൻ. നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കൂടുകയാണെങ്കിൽ പൾമനറി വെന്റിലേഷൻ ഇൻക്രീസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കും. അതുവഴി ബ്രീത്തിങ്ങിൻ്റെ റേറ്റ് കൂടുകയും കാർബൺ ഡൈ ഓക്സൈഡ് നമ്മൾ കൂടുതലായിട്ട് എക്സെയിൽ ചെയ്ത് പുറത്തേക്ക് കളയും. അപ്പം ഇൻക്രീസ് നമ്മൾ കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം ഇതൊക്കെ ഇതേപോലെയുള്ളതിൻ്റെ എക്സാമ്പിൾസ് ആണ്. ടെമ്പറേച്ചർ റെഗുലേഷൻ, ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ സ്വെറ്റിങ്ങും ടെമ്പറേച്ചർ കുറയുകയാണെങ്കിൽ ഷിവറിങ്ങും ഒക്കെ നമ്മുടെ ബോഡി ചെയ്യുന്നുണ്ടല്ലോ. അതൊക്കെ നെഗറ്റീവ് ഫീഡ്ബാക്കിന് മെക്കാനിസത്തിന് എക്സാമ്പിളാണ്. ദെൻ കിഡ്നി ബോഡി ഫ്ലൂയിഡ് മെക്കാനിസം, മെയിൻ്റെനൻസ് ഓഫ് വാട്ടർ ബാലൻസ് ബൈ ആൻറ്റി ഡയററ്റിക് ഹോർമോൺസ്, ദെൻ സെക്രീഷൻ ഓഫ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ഇതൊക്കെ എക്സാമ്പിൾസ് ആണ്. അപ്പം നമ്മുടെ ഈ ഹോർമോൺസിൻ്റെ കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് എൻഡോക്രൈൻ സിസ്റ്റത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നതാണ്. ജസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ജൈജാൻഡിസും കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡ്വാർഫിസും ഒക്കെ വരും. അപ്പം ഇത് ഉണ്ടാവരുത്. അപ്പം ഇത് കൂടുകയാണെങ്കിൽ അതിനെ കുറയ്ക്കാനുള്ള വഴികൾ, അപ്പോൾ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഇതാണ് ഇതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ആണ്. നമ്മൾ നെഗറ്റീവ് ഫീഡ്ബാക്ക് പറയുമ്പോൾ പറഞ്ഞു ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന്. പക്ഷേ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെങ്കിൽ സെയിം ഡയറക്ഷനിൽ, ആ ചേഞ്ച് വന്നിട്ടുള്ള ആ സെയിം ഡയറക്ഷനിൽ നമുക്ക് വരുന്ന ആ ഒരു പ്രൊഡക്റ്റിനെ, ആ ഒരു ചേഞ്ചിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം നമ്മുടെ ബോഡിയിൽ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ആണ് കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിൽ ഉള്ളതെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണെന്ന് ആലോചിക്കുകയാണെങ്കിൽ ഈ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം നമ്മുടെ ബോഡീനെ സ്റ്റേബിൾ ആക്കുന്നതിന് പകരം കൂടുതൽ ഇൻസ്റ്റേബിൾ ആക്കുകയാണ് ചെയ്യുന്നത്. ഈവൻ ഡെത്തിന് പോലും ഈ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസത്തിൻ്റെ വർക്കിംഗ് കാരണമാവുന്നുണ്ട് ചില കേസുകളിൽ. അപ്പം നമ്മുടെ ഈ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് വന്നിട്ടുള്ള ആ ഒരു ഔട്ട്പുട്ടിനെ എൻഹാൻസ് ചെയ്യുക. ഔട്ട്പുട്ട് കണ്ടിന്യൂലി എൻഹാൻസ് ഇൻ സെയിം ഡയറക്ഷൻ സോ ദ പ്രൊഡക്റ്റ് ഈസ് ആംപ്ലിഫൈഡ്. അപ്പം വരുന്ന ആ ഒരു പ്രൊഡക്റ്റിനെ ആംപ്ലിഫൈ ചെയ്യാനാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം നമ്മളെ സഹായിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം നമ്മുടെ ബോഡിയിൽ എമർജൻസി സിറ്റുവേഷൻസിലാണ് ആക്ട് ചെയ്യുന്നത്. അതായത് ഇപ്പം നമുക്ക് നമ്മുടെ ബോഡിയിൽ ഒരു വൂണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ വൂണ്ടിൻ്റെ അവിടെ എന്ത് വരും? ഫോർമേഷൻ ഓഫ് പ്രോത്രോംബിൻ ആക്ടിവേറ്റേഴ്സ് വരും. ഈ പ്രോത്രോംബിൻ ആക്ടിവേറ്റേഴ്സ് എന്ത് ചെയ്യും? പ്രോത്രോംബിനെ ത്രോംബിൻ ആക്കി മാറ്റും ആൻഡ് ഈ ത്രോംബിൻ നമ്മുടെ ഫൈബ്രിനോജനെ ഫൈബ്രിൻ ആക്കും. അങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ക്ലോട്ട് ഫോർമേഷൻ നടക്കുന്നത്. സോ നമ്മുടെ ഈ ഒരു സെക്കൻഡ് സ്റ്റേജിലുണ്ടായിട്ടുള്ള ത്രോംബിൻ accelerates the formation of more prothrombin activators. As a result എന്താണ് കൂടുതൽ പ്രോത്രോംബിൻ ആക്ടിവേറ്റേഴ്സ് ഉണ്ടാവുന്ന വഴി നമ്മുടെ ക്ലോട്ട് ഫോർമേഷനും ആക്സിലറേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ കാണുന്നത്. അതായത് ഒരേ രീതിയിൽ ഈ ഒരു പ്രൊഡക്റ്റിനെ എൻഹാൻസ് ചെയ്യുന്ന രീതിയിൽ കൂടുതൽ പ്രോത്രോംബിൻ ആക്ടിവേറ്റേഴ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത
അടുത്തൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്സിറ്റോക്സിൻ ഡ്യൂറിങ് പാർച്ചുറേഷൻ. അതായത് ലേബർ ടൈമിൽ അല്ലെങ്കിൽ ഡെലിവറി ടൈമിൽ നമ്മുടെ ഹൈപ്പോതലാമസിൽ നിന്നിട്ടും ഈ ഒരു ഓക്സിറ്റോക്സിൻ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഓക്സിറ്റോക്സിൻ്റെ സെക്രീഷൻ നമ്മുടെ യൂട്രസ് കൺട്രാക്ഷന് വേണ്ടിയിട്ട് സഹായിക്കും. ആസ് എ റിസൾട്ട് നമ്മുടെ സെർവിക്സിലൂടെ നമ്മുടെ ഫീറ്റസിൻ്റെ മൂവ്മെൻറ്റ് സംഭവിക്കുന്നുണ്ട്. ഈ സെർവിക്സിലൂടെ നമ്മുടെ ഫീറ്റസ് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സെർവിക്സിലുള്ള റിസെപ്റ്റേഴ്സ് ഒരു ഇമ്പൾസ് സെൻഡ് ചെയ്യും. ആസ് എ റിസൾട്ട് നമ്മുടെ ഹൈപ്പോതലാമസിൽ നിന്നിട്ടും കൂടുതൽ ഓക്സിറ്റോക്സിൻ റിലീസ് ചെയ്യാനുള്ള സിഗ്നലാണ് പോകുന്നത്. സോ ഇവിടെ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് നടക്കുന്നത്. അതായത് കൂടുതൽ ഓക്സിറ്റോക്സിൻ അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് വരുന്ന സെൻഡ് ചെയ്യുന്ന ഇമ്പൾസ് നമ്മുടെ ഈ ഒരു ഓക്സിറ്റോക്സിൻ്റെ റിലീസ് ഒരേ ഡയറക്ഷനിൽ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഓക്സിറ്റോക്സിൻ്റെ റിലീസ് അവിടെ കുറയുന്നില്ല. ഓക്സിറ്റോക്സിൻ്റെ റിലീസ് ഒരേ രീതിയിൽ സെയിം ഡയറക്ഷനിൽ എൻഹാൻസ് ചെയ്യുകയാണ്. അപ്പം ഇവിടെ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി കുറച്ച് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഓവുലേഷൻ്റെ ടൈമിലുള്ള ല്യൂട്ടനൈസിങ് ഹോർമോണിൻ്റെ ഇൻക്രീസ്, ദെൻ ബ്ലാഡർ ഫില്ലിംഗ്, മെച്ചുറേഷൻ്റെ ടൈമിലുള്ള ബ്ലാഡർ ഫില്ലിങ്ങും, കൂടാതെ നമ്മുടെ ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ, നമ്മുടെ റെക്സ്റ്റി മെമ്പറൈൻ പൊട്ടൻഷ്യൽ നിന്ന് ത്രെഷോൾഡിൽ വരെ എത്തുന്ന നമ്മുടെ ഒരു ആക്ഷൻ പൊട്ടൻഷ്യലിൻ്റെ ആ ഒരു മെക്കാനിസം. അപ്പം ഇതൊക്കെയാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസത്തിന് കുറച്ച് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. ഒരേ രീതിയിൽ പ്രൊഡക്റ്റിനെ എൻഹാൻസ് ചെയ്യുന്നത്, പ്രൊഡക്റ്റിനെ ആംപ്ലിഫൈ ചെയ്യുകയാണ് നമ്മുടെ ഈ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എമർജൻസി സിറ്റുവേഷൻസിലാണ് നമ്മൾ മെയിനായിട്ട് ഈ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസം വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മെക്കാനിസം ഓഫ് കൺട്രോൾ സിസ്റ്റമാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ നെഗറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസവും പോസിറ്റീവ് ഫീഡ്ബാക്ക് മെക്കാനിസവും നോക്കി. അപ്പോൾ അത് രണ്ടും ഫീഡ്ബാക്ക് മെക്കാനിസംസ് ആയിരുന്നു. അതായത് നമ്മുടെ ഹോമിയോസ്റ്റാസിസിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വന്നതിന് ശേഷമാണ് ആ രണ്ട് മെക്കാനിസംസ് ആക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ഒരു ചേഞ്ച് വന്നു, അത് നമ്മുടെ സെൻസസ് അല്ലെങ്കിൽ ഡിറ്റക്ടേഴ്സ് ഡിറ്റക്ട് ചെയ്തു, നമ്മുടെ കൺട്രോളർ അത് പ്രോസസ്സ് ചെയ്തു ആൻഡ് അത് എഫക്ടേഴ്സിലേക്ക് കൊടുത്തതിന് ശേഷം എഫക്ടേഴ്സ് അത് കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. ഒരു ചേഞ്ച് വരണം, പിന്നെ ഡിറ്റക്ട് ചെയ്യണം, അപ്പോൾ ഒരു ടൈം ലാഗ് വരുന്നുണ്ട്. പക്ഷേ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഒരു അഡാപ്റ്റീവ് കൺട്രോൾ സിസ്റ്റമാണ്. അതായത് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിസ്റ്റമാണ്. ആൻഡ് അതിൽ വരുന്നതാണ് ഫീഡ് ഫോർവേഡ് മെക്കാനിസം. ഇതിൽ നോക്കുമ്പോൾ കൺട്രോളർ ആൻറ്റിസിപ്പേറ്റ്സ് ചേഞ്ചസ് ആൻഡ് ടേക്സ് ഡിസൈഡ് ആക്ഷൻസ്. കൺട്രോളർ ആൻറ്റിസിപ്പേറ്റ്സ്, അതായത് ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്ത് നോക്കും, ഇന്നൊരു ചേഞ്ച് വരാൻ പോവുകയാണെന്ന് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്തിട്ട് ആ ഒരു ചേഞ്ച് വരുത്താണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണോ ആ ഒരു ആക്ഷൻ എടുക്കുക. ഡിസൈഡ് ആക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നേരത്തെ ചേഞ്ച് വരുന്നതിന് മുമ്പേ പ്രെഡിക്റ്റ് ചെയ്തിട്ട് ചെയ്യുക. അതാണ് ഈ ഒരു ഫീഡ് ഫോർവേഡ് മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ടൈം ലാഗ് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഇതൊന്നുകൂടി ക്ലിയർ ആവും. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് എക്സാമ്പിൾ സിഫാലിക് ഫേസ് ഓഫ് ഗ്യാസ്ട്രിക് ആസിഡ് സെക്രീഷൻ. അതായത് നമ്മൾക്ക് ഇപ്പോൾ ഒരു ഫുഡിൻ്റെ തോട്ട് അല്ലെങ്കിൽ നമ്മൾ കണ്ണുകൊണ്ട് കാണാണ് ഫുഡിൻ്റെ തോട്ട് അല്ലെങ്കിൽ സൈറ്റ് അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് നമുക്ക് കിട്ടുകയാണ് അല്ലെങ്കിൽ ചെറിയൊരു ടേസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്കിൽ ഗ്യാസ്ട്രിക് ആസിഡ്സിൻ്റെ സെക്രീഷൻ, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ഒക്കെ സെക്രീഷൻ നടക്കുന്നുണ്ട്. അപ്പം ഇവിടെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല, ഫുഡ് നമ്മുടെ സ്റ്റൊമക്കിൽ എത്തിയിട്ടില്ല. അപ്പം നമ്മുടെ ഈ ഫുഡിൻ്റെ ഡൈജഷനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് വേണ്ടത്. അപ്പം ഈ ഒരു ഫുഡ് എത്തുന്നതിന് മുമ്പ് തന്നെ ആ ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ സ്റ്റൊമക്കിൽ സെക്രീഷൻ നടക്കുന്നുണ്ട്. അപ്പം എന്താണ് വരാൻ പോകുന്ന ചേഞ്ചിനെ നേരത്തെ പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് അതിന് വേണ്ട ഡിസൈഡ് ആക്ഷൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞു. ഇതാണ് ഫീഡ് ഫോർവേഡ് മെക്കാനിസം എന്ന് പറയുന്നത്. ഇനി അടുത്ത എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഷുഗർ ഇൻ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രാക്റ്റിൽ ഷുഗർ വരുന്ന സമയത്ത് തന്നെ ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പോളിപെപ്റ്റൈഡ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇതെന്ത് ചെയ്യുന്നതാണ് പാൻക്രിയാസിലുള്ള ഇൻസുലിൻ സെക്രീഷൻ ഇൻക്രീസ് ചെയ്യും. ആസ് എ റിസൾട്ട് ഈ ഒരു ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാക്റ്റിൽ നമ്മുടെ ഷുഗർ അങ്ങനെ നിൽക്കും, അബ്സോർപ്ഷൻ ഒന്നും നടക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡിൻ്റെ ഗ്ലൂക്കോസ് ലെവൽ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകും. അടുത്ത എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻക്രീസ്ഡ് വെന്റിലേറ്ററി ഡ്രൈവ് ഇൻ എക്സസൈസ്. അതായത് എക്സസൈസിൻ്റെ ടൈമിലൊക്കെ നമ്മുടെ ബ്രീത്തിങ്ങിൻ്റെ റേറ്റ് കൂടും. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു ചെറിയ ടോപ്പിക്കാണ് എന്താണ് ഗെയിൻ. അപ്പോൾ നമ്മൾ നേരത്തെ കുറേ കൺട്രോൾ സിസ്റ്റംസ് നോക്കി. അപ്പോൾ ഈ ഒരു കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ഒക്കെ എഫിഷ്യൻസി മെഷർ ചെയ്യുന്നതാണ് ഈ ഒരു ഗെയിൻ എന്ന് പറയുന്നത്. മെഷർ ഓഫ് എഫിഷ്യൻസിയാണ് ഗെയിൻ. അപ്പോൾ ഈ ഗെയിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് കറക്ഷൻ ബൈ എറർ. അപ്പം വന്ന ചേഞ്ചിൽ നമ്മൾ എത്രത്തോളം എന്തൊരു കറക്ഷൻ നടത്തി ബൈ ആ ഒരു വന്ന എറർ, അതാണ് ഗെയിൻ എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഈ ഗെയിനിൻ്റെ വാല്യൂ, ഈ ഗെയിൻ ഹയർ ആണെങ്കിൽ, ഒരു ഹയർ വാല്യൂ ഓഫ് ഗെയിൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മുടെ സിസ്റ്റം വളരെ എഫിഷ്യൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെ ഹയർ വാല്യൂ ഓഫ് ഗെയിൻ കിട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ കറക്ഷൻ നമുക്ക് കൂടുതലായിരിക്കും, നമ്മൾ കൂടുതൽ കറക്ഷൻ ചെയ്തിട്ടുണ്ട് ആൻഡ് നമ്മുടെ ഇവിടെ വന്നിട്ടുള്ള എറർ വളരെ കുറവായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സിസ്റ്റം വളരെ എഫിഷ്യൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കണ്ടന്റ് എല്ലാം നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് തന്നെ സജഷൻസോ ഒപ്പീനിയൻസോ ആണെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്